എല്ലാവർക്കും നമസ്കാരം. അൽബനി ഫിസിയോയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം എല്ലാവരും ഭംഗിയായിട്ട് ആഘോഷിച്ചു എന്ന് കരുതി, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് പുതിയ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഇത്തവണ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ഫുഡ് അല്ലെങ്കിൽ CTEV, അതായത് കുട്ടികളിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ക്ലബ് ഫുഡ് അല്ലെങ്കിൽ CTEV എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ കൺജനിറ്റൽ ടാലിപ്പസിക്കിനോ വൈറസ് ഡിഫോമിറ്റി എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. CTEV അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് CTEV എന്ന് പറഞ്ഞത്. നമ്മൾ പൊതുവെ അത് ക്ലബ് ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം നിങ്ങൾക്കത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളുടെ കാല് അകത്തേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കും. അതായത് നമുക്ക് എന്താ പറയുക, ഒരു ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോക്കി പ്ലേ ചെയ്യുന്ന ആ സ്റ്റിക്കിനാണ് നമ്മൾ ക്ലബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അതായത് അതിൻ്റെ അഗ്രഭാഗം കണ്ടില്ലേ, ഹോക്കി സ്റ്റിക്കിൻ്റെ ഇങ്ങനെ വളഞ്ഞ് അകത്തോട്ടല്ലേ ഇരിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ കാല് രണ്ടും ആ ഹോക്കി സ്റ്റിക്ക് പോലെ വളഞ്ഞ് അകത്തേക്ക് ഇരുന്ന കണ്ടീഷനാണ് നമ്മൾ ക്ലബ് ഫുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ജോയിൻസിലും വരുന്ന ഡീഫോമിറ്റി കൊണ്ടാണ് ഇത് വരുന്നത്. ഇൻട്രായൂട്രൈനായിട്ടുള്ള ഇതിൻ്റെ പല കാരണങ്ങളുണ്ട്. മെയിനായിട്ട് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളതാണ്. അത് ആംഗിൾ ജോയിൻറ്റ്, സബ്ടാലാർ ജോയിൻറ്റ്, മിഡ്ടാർസൽ ജോയിൻറ്റ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കാലിലെ ജോയിൻറ്റിന് വരുന്ന ഡീഫോമിറ്റി. അതായത് നോർമൽ ഫുട്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുമെങ്കിൽ ഇത് അകത്തേക്ക് വളഞ്ഞ് ഇങ്ങനൊരു പ്രത്യേക പൊസിഷനിലേക്ക് കാല്, ഞാൻ പിക്ചർ അതിൻ്റെ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കണ്ടീഷൻ എന്നുള്ള കാര്യം. ഇത് ആണ് സാധാരണ ചെയ്യുന്നത്. ഇത് സിവിയർ ആയിട്ടുള്ള കേസിലാണെങ്കിൽ സർജിക്കലി കറക്റ്റ് ചെയ്യാം. അപ്പം മൈൽഡായിട്ടുള്ള കേസാണെങ്കിൽ നമ്മൾ അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ മാനിപ്പുലേഷൻസും ചെറിയ ടെക്നിക്സും കൊണ്ട് നമുക്കിത് മാനേജ് ചെയ്യാവുന്നതാണ്. സർജറി കഴിഞ്ഞാലും ഇതിന് ഫിസിയോതെറാപ്പി ചെയ്യണം. ഇപ്പം സർജിക്കലി പോകേണ്ട കേസ് അല്ല എങ്കിൽ, കാര്യം എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും ഓർത്തോപെഡിക് സർജൻസ് പറയും ചിലപ്പോൾ സർജറിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ഫിസിയോതെറാപ്പി ചെയ്യേണ്ട കേസേ ഉള്ളൂ എന്ന് പറയും. പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറാപ്പി ഉണ്ട്. അല്ലാണ്ട് സിവിയർ അല്ലാത്ത കേസുകൾ, ഗ്രേഡ് 1 അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആണെങ്കിൽ നമുക്കത് ഫിസിയോതെറാപ്പി മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ, അതായത് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ അവരുടെ കാല അകത്തേക്കൊരു ചെറിയ വളവുണ്ടെങ്കിൽ നമുക്കത് സ്ട്രെച്ചിങ് ടെക്നിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ആ ഫുഡ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് കാല് കുട്ടിയുടെ പ്ലേസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാം. നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കാലിൽ സ്ട്രെച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർക്കൊരു എന്താ പറയുക, ഒരു ഷൂസ് ഇവർക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്യുന്നൊരു ഷൂസ് ഉണ്ട്. അപ്പോൾ ഈ ഷൂസ് ഇട്ടിട്ടാണ് നൈറ്റ് സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഈ ഷൂസ് ഇട്ടിട്ട്, പിന്നെ കുട്ടികളുടെ ഈ കാലകത്തോട്ട് ഇങ്ങനെ അഗ്രഭാഗം, അതായത് നമ്മുടെ പാദം ഇങ്ങനെ അകത്തോട്ട് വളഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ ചിലർക്ക് അഡക്ടർ സ്പാസം ഡിഫോമിറ്റി എന്ന് പറയും, അതായത് കാല് ഒട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയും വരും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സർജിക്കലി കറക്റ്റ് ചെയ്തിട്ടാണേലും ഈ സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലി കൊടുക്കുന്ന ഷൂസ് പോലെയുള്ളൊരു സാധനമാണ് സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷൂസിൻ്റെ അകത്ത് കാലിട്ട ശേഷം ഇതൊരു കാല് അകത്തിയാണ് സാധാരണ രീതിയിൽ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീഫോമിറ്റി കറക്റ്റ് ചെയ്ത് ഷൂസിൻ്റെ അകത്ത് കാലിട്ട് കഴിയുമ്പം ഡീഫോമിറ്റി കറക്റ്റ് ചെയ്ത് ഇരിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ അഡക്ടർ സ്പാസം, അതായത് കാല് അടുത്തിരിക്കുന്ന അവസ്ഥ മാറി കാല് അകത്തി വെക്കാനുള്ളൊരു അവസ്ഥയും കൂടെ വരും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലിൻറ്റ് യൂസ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വലിയ സർജിക്കലി പോകേണ്ട കേസ് അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെച്ചിങ്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ട്രെച്ചിങ്ങും അങ്ങനെയുള്ള ടെക്നിക്സും എല്ലാം കാണിച്ചിട്ട് മാതാപിതാക്കളെ നമ്മൾ പഠിപ്പിച്ചു വിടുക. കാര്യം ഇത് കുട്ടികൾക്ക് നമ്മൾ സ്ഥിരം ചെയ്യേണ്ട കേസാണ്. അപ്പോൾ എന്നും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയുടെ ഒരു അസിസ്റ്റൻസോട് കൂടി ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് അത് ചിലപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് സാധാരണ നമ്മൾ അമ്മമാരെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറെയോ ഈ കുട്ടികളെ എങ്ങനെയാണ് വീട്ടിൽ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിടും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ തന്നെ കുട്ടികളുടെ ഈ ഒരു സ്ട്രെച്ചിങ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, കാല് എങ്ങനെയാണ്, ഈ ഒരു ക്ലബ് ഫുട്ട് എന്ന് പറഞ്ഞാൽ ക്ലബ് ഫുട്ട് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ള ഒരു പിക്ചറിനകത്ത് ഞാൻ കറക്റ്റ് കൊടുത്തേക്കാം. കാര്യം എന്താണ് ക്ലബ് ഫുട്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ എങ്ങോട്ടാണോ ഡീഫോമിറ്റി ഉള്ളത്, ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഡീഫോമിറ്റി എങ്ങോട്ടാണോ, ഡീഫോമിറ്റി എന്ന് പറഞ്ഞാൽ നോർമലിൽ നിന്ന് ഡീവിയേഷൻ വരുന്നതിനാണ് നമ്മൾ ഡീഫോമിറ്റി എന്ന് പറയുന്നത്. നോർമലായിട്ടിരിക്കുന്ന കാലിൽ നിന്നും എന്തെങ്കിലും ഡീവിയേഷൻ വരുന്നതല്ല, നോർമലിൽ നിന്ന് ഡീവിയേഷൻ വരുന്നതല്ല ഡീഫോമിറ്റിയാണ് ഓഫ് കോഴ്സ്. അപ്പോൾ ഈ ഒരു ഡീഫോമിറ്റി നമ്മൾ കറക്റ്റ് ചെയ്ത് നോർമൽ പൊസിഷനിലേക്ക് എങ്ങനെ ആക്കാം, അപ്പോൾ അതിൻ്റെ സ്ട്രെച്ചിങ്, അതായത് അകത്തേക്ക് മടങ്ങിയിരിക്കുന്ന കാല്, നമ്മൾ ഇൻവേർഷനിലായിരിക്കുന്ന കാല് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക. പ്ലാന്റാർ ഫ്ലെക്ഷൻ, അതായത് ഇങ്ങനെ കാല് ഇരിക്കുന്ന സംഭവം നമ്മൾ എങ്ങനെ നോർമൽ പൊസിഷനിലേക്ക് ഡോഴ്സി ഫ്ലെക്ഷനിലേക്ക് ആക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ്. പിന്നെ ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് കുട്ടികളുടെ പാകത്തിലുള്ള ചെറിയ ഷൂസുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. എല്ലാം എന്ന് പറഞ്ഞാൽ വലത്തുകാലിലെ ഷൂസ് ഇടത്തുകാലിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല, ഇടത്തുകാലിലെ ഷൂസ് നമുക്ക് വലത്തുകാലിൽ ഇടാൻ സാധിക്കത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള കേസിൽ
അതായത് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടൊരു എന്ന് പറഞ്ഞാൽ ഇടത്ത് കാലിലെ ഷൂസ് വലത്ത് കാലിലും വലത്ത് കാലിലെ ഷൂസ് ഇടത്ത് കാലിലും കൊച്ചിനിടിയിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതെന്തൊരു ഇടപാടാണെന്ന് നോക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ കാല് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ വലത്ത് കാലിലെ ഷൂസ് ഇടത്ത് കാലിലിട്ട് കഴിഞ്ഞാൽ പുറത്തേക്കല്ലേ വളഞ്ഞിരിക്കുന്നത്. കാര്യം രണ്ട് കാലും നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ നമ്മൾ ഈ വലത്ത് കാലിലെ ഷൂസ് എടുത്ത് ഇടത്ത് കാലിലിട്ട് കഴിഞ്ഞാൽ അതായത് ഒരു തിരിഞ്ഞ് നമ്മുടെ കാല് ഇത് തന്നെയാണ് ഇതിന് വേണ്ടത്. കാര്യം ഈ കാല് കുട്ടികളുടെ കാലിരിക്കുന്ന അകത്തേക്ക് ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷൂസ് എടുത്ത് വലത്തിലെ ഷൂസ് എടുത്ത് ഇടത്തിലും ഇടത്ത് കാലിലെ ഷൂസ് എടുത്ത് വലത്ത് കാലിലും ഇടുമ്പോൾ ഈ ഡീഫോമിറ്റി മാറി ഒരു തിരിഞ്ഞ് അതായത് നമ്മൾ സ്പ്ലിൻ്റ് ഇടുന്ന അതേ ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പം ടൈറ്റായിട്ടുള്ള ഷൂസ് കൊച്ചിൻ്റെ കറക്റ്റ് സൈസിലുള്ള ഷൂസ് ആയിരിക്കണം. ആ ഷൂസ് നമ്മൾ തിരിച്ചും മറിച്ചും ഇടുക. അത് വീട്ടിൽ ചെയ്യാവുന്നൊരു ടെക്നിക്കാണ്. ബാക്കി ടെക്നിക്ക് ഞാനിപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. താങ്ക് യു. ഇത് CTV ഉള്ള ഒരാളുടെ കാലല്ല, കൊച്ചു കുട്ടികളുടെ കാലുമല്ല. ഞാൻ ജസ്റ്റ് സ്ട്രെച്ചിങ് കാണിക്കാൻ വേണ്ടി മാത്രം ഡെമോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു, അതായത് കാലെങ്ങനെ ഇരിക്കുന്ന ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കണ്ടോ, കാലിങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു പൊസിഷനിലായിരിക്കും ഡീഫോമിറ്റി ഉള്ള കാല് ഇരിക്കുന്നത്. ചിലപ്പോൾ ബൈലാറ്ററലായിരിക്കും, ചിലപ്പോൾ യൂണിലാറ്ററലായിരിക്കും. ബൈലാറ്ററൽ മീൻസ് രണ്ട് കാലിനും ഉണ്ടാവും, യൂണിലാറ്ററൽ മീൻസ് ഒരു കാലിനേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും കൊച്ചിൻ്റെ കാലിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു കാലം വെച്ചിട്ട് നടക്കുക എന്നുള്ള പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ ജസ്റ്റ് സിമ്പിൾ ലോജിക്. ഇങ്ങനെ ഇരിക്കുന്ന കാല് നോർമലി നമ്മൾക്ക് എങ്ങനെ കൊണ്ടുവരാം. ഈ നമ്മൾ എന്താ പറയുക, ഒരു സ്പ്ലിൻറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോഴും ആ സ്പ്ലിൻറ്റ് കറക്റ്റ് ന്യൂട്രൽ പൊസിഷനിലേക്ക് കാല് കൊണ്ടുവന്ന് കാല് കീപ്പ് ചെയ്ത് വെച്ചിട്ട് മറ്റേ കാലിൽ കയറ്റി വെച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇത് കാലിങ്ങനെ അടുത്തായിരിക്കും. എന്നിട്ട് രണ്ട് കാലിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി, അതായത് രണ്ട് സ്പ്ലിൻറ്റ് ഷൂസ് ഇട്ട ശേഷം ഇതിന് നമ്മൾക്കൊരു ഇടയ്ക്ക് നമ്മളൊരു പാരലായിട്ടൊരു ബാറ് സെറ്റ് ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പ്ലിൻറ്റ് കൊടുക്കുന്നത്. അതായത് ബൈലാറ്ററലുള്ള കേസ്, യൂണിലാറ്ററലുള്ള കേസാണെങ്കിൽ ഒരെണ്ണം മതി. ഇതാത്ത് വെച്ചു ഓക്കെ. അപ്പം പറഞ്ഞ് മനസ്സിലായോ, കാല് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് ആണ് ആദ്യം ചെയ്യുന്നത്. ടെൻഡോ ആക്ലിസ് എന്ന് പറയുന്ന ഒരു ടെൻഡൻ, അതായത് TA ഇവിടെ വന്നിട്ട് കാൽക്കേനിയം എന്ന് പറയുന്ന ഈ ബോണിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്നെസ് ഉണ്ടാവും. കാര്യം കുട്ടികൾക്ക് നടക്കാം എന്താണെങ്കിലും ഇവരുടെ ഡീഫോമിറ്റി, അതായത് ആംഗിൾ ജോയിനിലും സബ്ടാലാർ ജോയിനിലും മിറ്റാർസൽ ജോയിനിലും വരുന്ന ഒരു ഫ്യൂഷൻ കൊണ്ട് അതിൻ്റെ ഇൻവേർഷന് പ്ലാന്റർ ഫ്ലക്ഷനും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുക, ഈ ഒരു ടെൻഡോ ആക്ലിസ് എന്ന് പറയുന്ന ഈ ടെൻഡന് ഷോർട്ട്നെസ് ഉണ്ടാകും. അപ്പോൾ ആ ഷോർട്ട്നെസ് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ലെങ്തൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് സ്ട്രെച്ച് ചെയ്യാന്ന് TA സ്ട്രെച്ചിങ്, ടെൻഡോ ആക്ലിസ് സ്ട്രെച്ചിങ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇരുന്നിട്ട് കൊച്ചു പിള്ളേരാണോ നമുക്ക് മടിയിലിരുത്തിയിട്ടൊക്കെ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഒരു പൊസിഷനിങ്ങിൻ്റെ ഒന്നും ആവശ്യകത വരുന്നില്ല. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ്പ് ഇതുപോലെ ആയിരിക്കണം. ഗ്രാസ്പ് ഇതുപോലെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാലാണല്ലോ, ഒന്ന് ഫ്ലെക്സ് ചെയ്തേ. നോർമൽ കാലായതുകൊണ്ട് നമുക്ക് ഡെമോയ്ക്ക് വേണ്ടി എടുത്തല്ലേ. സോ കണ്ടോ, ഇങ്ങനെയാണ് കാലിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഈ കാല് നമ്മൾ നോർമലി കൊണ്ടുവരിക. നോർമലി പിള്ളേരുടെ ആകുമ്പോൾ നമുക്ക് അധികം ബലം കൊടുക്കണ്ട, സാമാന്യം അതായത് നോർമൽ ആകാൻ വേണ്ടിയുള്ള ആവശ്യമായ ബലം മാത്രം നൽകിയാൽ മതിയാവും. ഓവർ ബലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കൊച്ചു കുട്ടികളുടെ കാലിൽ, കുഞ്ഞു കുട്ടികളുടെയാണ് ഫ്രാക്ചറൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നമ്മളത് മാതാപിതാക്കളോട് പറഞ്ഞാണ് ഇവിടുന്ന് ഓവർ പ്രഷർ കൊടുക്കരുത്, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വലിയ ബലം കൊടുക്കരുത്. സോ നമ്മളിങ്ങനെ നോർമലി കൊണ്ടുവരിക. നോർമലി കൊണ്ടുവന്നിട്ട് ഇതാണ് സ്ട്രെച്ചിങ്. കണ്ടോ, ഇങ്ങനെ കുട്ടികൾ കരയും കേട്ടോ, സ്വാഭാവികമായിട്ടും കുട്ടികൾ കരയും, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ നോർമലി ഇവിടെ നമ്മൾ ഈ ഉപ്പൂറ്റിയുടെ അവിടെ കൈ വരണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ കൈയുടെ ഫോറാം കൊണ്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടോ, ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ഇത്ര നോക്കിയാൽ മതി, കൊച്ചിൻ്റെ കാല് നോർമലിലാണോ ഇരിക്കുന്നു നോക്കുക. എന്നിട്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, 1 2 3 അങ്ങനെ അപ് ടു 10 നമ്മൾ ഹോൾഡ് ചെയ്യുക. ദെൻ റിലാക്സ് ചെയ്യുക. ഓക്കെ, ഈ സ്ട്രെച്ചിങ് നമ്മൾ നന്നായിട്ട് കൊടുക്കണം. പിന്നെ ആംഗിൾ ജോയിൻറ്റ് മൊബിലൈസേഷൻ, അതായത് ആംഗിൾ ജോയിൻറ്റ് നമ്മളൊന്ന് ഈ കൊച്ചുങ്ങളുടെ ആകുമ്പോൾ നമ്മൾ ഏത് ജോയിൻറ്റും ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്ത ശേഷം മൊബിലൈസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് സ്പേസ് ഒന്ന് വരുത്തിയ ശേഷം മാത്രം നമ്മളൊന്ന് മൊബിലൈസ് ചെയ്യുക. അന്നേരത്തിന് ആ കൂടുതൽ ജോയിൻറ്റ് നമുക്ക് ഒരു ജോയിൻറ്റ് പ്ലേ വരുള്ളൂ. കാരണം ഇവിടെ ഈ ആംഗിൾ ജോയിൻറ്റിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ഗ്രാസ്പ് ദെൻ നമ്മൾ പതുക്കെ ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഒന്ന് മൊബിലൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ കണ്ടോ, ഇങ്ങനെ മൊബിലൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെച്ചിങ് ഉണ്ട്, ഇങ്ങനെ നോർമലി കൊണ്ടുവരും, നമ്മൾ മൊബിലൈസ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടിയുടെ പാകത്തുള്ള ഷൂസ് ഇടത്ത് കാലിലെ ഷൂസ് എടുത്ത് വലത്ത് കാലിലിടുക, വലത്ത് കാലിലെ ഷൂസ് എടുത്ത് ഇടത്ത് കാലിലിടുക. ഓക്കെ,
അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നോർമൽ പൊസിഷനിൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പ്ലിൻ്റ് ഇടേണ്ടി വരും. സ്പ്ലിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് സ്പ്ലിൻ്റ് ഉണ്ട്, രാത്രി മുഴുവൻ ഇടുന്ന സ്പ്ലിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പ്ലിൻ്റ് ഇട്ട് നോർമൽ പൊസിഷനിൽ കൊച്ചിനെ നമ്മുടെ കാല് കീപ്പ് ചെയ്ത് വെക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നടക്കാറായി കഴിയുമ്പോഴത്തേന് പിന്നെ വരുന്നൊരു ഡിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പം ഈ ഒരു ഡിഫോമിറ്റി നമ്മൾ കറക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, നോർമലായി. പിന്നെ വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ CTV ക്ലബ് ഫുട്ടുള്ള കുട്ടികൾ നടക്കുമ്പോൾ ഹീല് കുത്തുകയല്ല, അവർ ഈ ഒരു ഭാഗം മാത്രം കുത്തിയേ നടക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് വീണ്ടും അത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ട്രെച്ചിങ് സെയിം ആണ്. സ്ട്രെച്ചിങ് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പിന്നെ കുട്ടികളെ നമ്മൾ പതുക്കെ എന്താ പറയുക, കുട്ടികൾക്ക് എപ്പോഴും നല്ല ടാസ്ക് ഓറിയൻറ്റഡ് ആക്ടിവിറ്റി, നടക്കാറാകുമ്പോഴത്തേനും അവർക്ക് എന്തെങ്കിലും ടാസ്ക് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ് കൊടുക്കുക, നല്ലപോലെ പാദം കുത്തി നടക്കാൻ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പതുക്കെ ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്ലബ് ഫുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാറില്ല. കാര്യം നമ്മളത് കാണിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പം ക്ലബ് ഫുട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ഇത്രയും ഡിഫോമിറ്റി ഒന്നും വേണമെന്നില്ല. ചെറിയൊരു വളവ് കൊച്ചിൻ്റെ കാലിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാൻ തന്നെ. പിന്നെ വേറൊരു കാര്യത്തിനും കൊള്ളാം, ചില കുട്ടികൾക്ക് ഈ ഒരു ആർച്ച് കണ്ടോ, അതായത് ഇവിടെ ഒരു കുഴിവുണ്ടാവണം. ഇങ്ങനെ ഈ ഒരു കുഴിവില്ലാതെ ഫ്ലാറ്റ് ഫുട്ട് നേരെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും ഈ ഒരു ടെൻഡോ ആക്ലിസ് എന്ന് പറഞ്ഞാൽ ഇത് ടൈറ്റ്നസ് ഉണ്ടാവും, അവർക്കും ഈ സ്ട്രെച്ചിങ് ഉപകാരപ്പെടും. ഓക്കെ, നമ്മുടെ ഈ ചാനലിലെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം, വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ കുറേ കാര്യങ്ങൾ CTVയെക്കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കൊരു ഒരുപാട് സമയം നമുക്ക് സംസാരിക്കേണ്ട. പക്ഷേ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊട്ടും മനസ്സിലാകത്തുമില്ല, എനിക്ക് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റത്തുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾക്കൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പേരൻസിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിന് അല്ലെങ്കിൽ സ്വയമായിട്ട് നമ്മൾക്ക് ഇത് ഒരു പരിധിവരെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷൻസിനും വീട്ടിൽ ശരിയാക്കാനാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യമോ ബാക്കി ഡോക്ടേഴ്സിൻ്റെ കാര്യമോ ഒന്നുമില്ല. അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പണ്ട് ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അതുകൊണ്ട് നമുക്കൊരു തടയിടാൻ പറ്റുമെങ്കിൽ അതേ ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കും. ഇപ്പോൾ ഈ CTVയുടെ കേസിലാണെങ്കിലും നമുക്ക് മാതാപിതാക്കൾക്ക് വീട്ടിൽ എങ്ങനെ ശരിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. അതായത് ഇത്രയേ ഉള്ളൂ, ഡിഫോമിറ്റി ഉള്ള പോർഷൻ നമ്മൾ റെഡിയാക്കി നോർമലി കൊണ്ടുവരിക, അത് മാത്രമേ ഉദ്ദേശിക്കൂ. നോർമലി കീപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ എൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാവുന്നോ അല്ലെങ്കിൽ മെയിൽ ചെയ്യാവുന്നോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി